നമസ്കാരം. കർണപിശാചിനി മന്ത്രം പലരും യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ട് പല മന്ത്രങ്ങളും ജപിക്കുന്നൊക്കെ ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതിലൊരു മന്ത്രം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചതാണ്, കർണപിശാചിനി മന്ത്രം ജപിച്ചാൽ നല്ലതാണോ ചീത്തയാണോ എന്ന്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് മന്ത്രങ്ങളും കഴിയുന്നതും ഷോഡശ മന്ത്രങ്ങളല്ലാതെ ഏത് മന്ത്രങ്ങളും നമ്മൾ ഒരു ആചാര്യനിൽ നിന്ന് വിധിപ്രകാരം വേണം നമ്മൾ ചെയ്യാൻ. ഒരു ഗുരുവിൽ നിന്ന് വിധിപ്രകാരം വേണം നമ്മൾ ചെയ്യാൻ. ആ ഗുരു നമുക്ക് മന്ത്രം ദീക്ഷയായിട്ട് തരുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നവന് ഇത് ദുരുപയോഗപ്പെടുത്താതെ ജപിക്കാൻ കഴിവുണ്ടെന്നും അവനത് നിലനിർത്തുമെന്നും അതുമൂലം പ്രകൃതിക്കും തനിക്കും ദോഷങ്ങളൊന്നും വരില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മന്ത്രങ്ങളൊക്കെ ദീക്ഷ കൊടുക്കാറുള്ളൂ. ഗുരു ശിഷ്യൻ ഭാഗമാകുമ്പോൾ ഗുരു താനേ വന്നെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശിഷ്യൻ ഗുരുവിനെ അന്വേഷിച്ച് ഓടി അലഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം കർണപിശാചിനി മന്ത്രം അത് ജപിച്ചാൽ ദോഷമാണോ? ദോഷം തന്നെയാണ്. കാരണം ചെവിയിൽ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ദേവയാണ്, പ്രീതിപ്പെടുത്തുന്ന മന്ത്രമാണിത്. നമ്മുടെ ചെവിയിൽ നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെവിയിൽ പറഞ്ഞു തരും. പക്ഷെ അത് ശവാസനത്തിലോ അല്ലെങ്കിൽ ശവത്തിൻ്റെ മുകളിലോ മരിച്ച ബോഡിയുടെ മുകളിലോ അല്ലെങ്കിൽ ശ്മശാനത്തിലോ ഇരുന്നു കൊണ്ട് വേണം ധ്യാനത്തോടു കൂടി 1,00,000 തവണ നമ്മൾ ഈ മന്ത്രം ഉരുവിടണം. ഏത് മന്ത്രം? കർണപിശാചിനി മന്ത്രം. അത് ഒപ്പം തന്നെ ഈ കൊന്ന ചമത ഹോമിക്കുകയും വേണം. അതിരിക്കുന്ന സ്ഥലം ഒന്നുകിൽ ശ്മശാനമായിരിക്കണം, അല്ലെങ്കിൽ ബോഡി ആയിരിക്കണം, അല്ലെങ്കിൽ ശവാസനത്തിൽ ഇരുന്നു കൊണ്ട് ആസനത്തിൽ ഇരുന്നു കൊണ്ട് കൊന്ന ചമത ഇതുകൊണ്ട് ഹോമിച്ചുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. അങ്ങനെ ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ, കർണപിശാചിനി നമ്മൾ പ്രാർത്ഥിച്ച് അതിൻ്റെ ആ ഒരു മന്ത്രത്തിൻ്റെ പവർ നമുക്ക് സ്വായത്തമായി കഴിഞ്ഞാൽ ദേവി അതീവ രഹസ്യമായിട്ട് നമുക്ക് ചെവിയിൽ പറഞ്ഞു തരും എന്താണ് വേണ്ടത്. ഇപ്പോൾ ഒരാളോടൊരു കാര്യം പറയണമെങ്കിൽ പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ വേണം താനും. ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കണം. കണ്ട പാടെ ഒറ്റയ്ക്ക് കയറിയിരുന്ന് ജപിച്ച് നമ്മൾ ചെയ്യരുത്. അത് ദോഷങ്ങൾ വരുത്തുന്നതാണ്. നമ്മുടെ ആയുസ്സിനും കുടുംബത്തിനും പോലും ദോഷം വരുത്തുന്നതാണ്. അതുകൊണ്ട് കർണപിശാചിനി മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. ദോഷപ്രദമാണ്. അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക.